ഹായ് ഫ്രണ്ട്സ്, ക്രൈസി ഹാംസ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സോൾഡ്രോൺ 936 സോൾഡറിംഗ് സ്റ്റേഷൻ്റെ റിപ്പയറിംഗ് ആണ്. ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ LED ഒന്ന് ബ്ലിങ്ക് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ സോൾഡറിംഗ് ഗൺ ചൂട് ആവുന്നില്ല. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം. ഇതിനുള്ളിൽ 24 വോൾട്ട് 50 വാട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറും ഒരു കൺട്രോൾ സർക്യൂട്ട് ബോർഡും ഉണ്ട്. കൺട്രോൾ സർക്യൂട്ട് ബോർഡിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് BTA8 ആംപിയർ 600C എന്നൊരു ട്രയാക്ക് ആണ്. കൂടാതെ LM358 ഒരു ICM ഉണ്ട്. ഇതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സെറാമിക് ഹീറ്റർ. ഇതിൽ മൊത്തം 2 വൈൻഡിംഗ് ഉണ്ട്. ഒരു ഹീറ്റിംഗ് കോയിലായിട്ടും മറ്റൊന്ന് സെൻസിങ് കോയിലാണ്. ഹീറ്റിംഗ് കോയിലേക്കുള്ളതാണ് ചുവന്ന 2 വയറുകൾ. സെൻസിങ് കോയിലേക്കുള്ള ഒരു ടെർമിനൽ വിട്ട് കിടക്കുകയാണ്. ഈ കേബിളിനുള്ളിൽ 5 വയറുകളുണ്ട്. 2 എണ്ണം ഹീറ്റിംഗ് കോയിലേക്ക് വരുന്നതും 2 എണ്ണം സെൻസിങ്ങിനുള്ളതും ഒരെണ്ണം എർത്ത് കൊടുത്തിരിക്കുന്നതുമാണ്. ഇതിൻ്റെ ടിപ്പ് ഒന്ന് അഴിച്ചു നോക്കാം. ഇതൊരു ബാരലായിട്ടാണ് വരുന്നത്. സെറാമിക് ഹീറ്ററിൻ്റെ മേളിലായിട്ട് ഒരു കോപ്പർ ട്യൂബാണ്. അതിനുള്ളിൽ റീപ്ലേസിബിൾ ആയിട്ടുള്ള ഒരു സോൾഡർ ബിറ്റ് ഉണ്ട്. അത് ഇപ്രകാരം കടത്തിയിട്ടതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കാം. ഒരു സ്ലീവ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിലും സെൻസിങ് കോയിലും മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ രണ്ടും ഓക്കെയാണ്. കൺട്രോൾ കോയിലിലേക്കുള്ള ആ ബ്ലൂ വയർ സോൾഡർ ചെയ്തതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ഹീറ്റിംഗ് കോയിൽ വർക്കാവുകയും ചെയ്തു. നമ്മൾ ഏത് ടെമ്പറേച്ചറാണല്ലോ പ്രീസെറ്റ് ചെയ്ത് വയ്ക്കുന്നത്, ആ ടെമ്പറേച്ചർ എത്തുമ്പോൾ LED ബ്ലിങ്ക് ചെയ്യുന്നതായി കാണാം. അതിനർത്ഥം ആ ടെമ്പറേച്ചറിൽ ഇത് കട്ട് ഓഫ് ആയിരിക്കുന്നു. ഇപ്പോൾ ഈ സോൾഡറിംഗ് സ്റ്റേഷൻ വർക്ക് ചെയ്യാനായി റെഡി ആയിരിക്കുന്നു. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ VU2 TDD ബിജു AP സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്.